കോൺഗ്രസിലെ മുഖ്യമന്ത്രിക്കായുള്ള ചരടുവലികൾക്കിടെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച NSS രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തല യോഗ്യനാണെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. സീനിയോറിറ്റി പരിഗണിക്കണമെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. VD സതീശൻ മാപ്പ് പറയാനുള്ള സമയം അവസാനിച്ചുവെന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു. വ്യക്തിപരമായിട്ട് ഞാൻ ചെന്നിത്തല യോഗ്യനാണെന്ന് പറഞ്ഞല്ലേ. ചീഫ് മിനിസ്റ്ററുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അല്ല, യോഗ്യനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും യോഗ്യരാന്ന്. വ്യക്തിപരമായിട്ട് ഞാൻ ചെന്നിത്തല യോഗ്യനാണെന്ന് പറഞ്ഞല്ലേ. ചീഫ് മിനിസ്റ്ററുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. അല്ല, യോഗ്യനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും യോഗ്യരാന്ന്. അതെന്തിനാ തിരിക്കുന്നത് നിങ്ങൾ? മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല എന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഫ്ലക്സ് വെക്കുന്നതല്ല മാനദണ്ഡം, ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്നിപ്പോൾ നിരീക്ഷകരായിട്ടുള്ള ശ്രീ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഇന്ന് അത് കേരളത്തിലേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരുമായി സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. പ്രതിനിധികൾ വന്ന് എല്ലാവരോടും സംസാരിച്ച ശേഷം അവർ റിപ്പോർട്ട് കൊടുക്കും. അതിനുശേഷമാണ് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽജിയും സോണിയാജി ഉൾപ്പെടെയുള്ളവർക്ക് തീരുമാനമെടുക്കും. അല്ല, കാലതാമസം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം ഇന്ന് തന്നെ പ്രതിനിധികൾ വരികയല്ലേ. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ഫ്ലക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതൊന്നും അല്ലല്ലോ വിഷയം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അവരെടുക്കും. ദില്ലിയിലെത്തിയ രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. സോണിയാഗാന്ധിയുടെ വസതിയിലാണ് നിർണായക യോഗം ചേരുക. പരമാവധി MLA-മാരെ ക്യാൻവാസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നേതാക്കൾ. നിയുക്ത MLA-മാരായ TJ വിനോദ്, ദീപക് ജോയ് എന്നിവർ VD സതീശനെ സന്ദർശിച്ചു. സതീശനെ പിന്തുണച്ച് പൊന്നാനി MLA KP നൌഷാദ് അലിയും രംഗത്തെത്തി. KC വേണുഗോപാലിനാണ് ദീപ്തി മേരി വർഗീസിന്റെ പിന്തുണ. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നും ചർച്ചയില്ല. 2 MLA-മാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പിന്തുണ അർപ്പിക്കാൻ വേണ്ടി എത്തിയതാണ്. ഞാൻ പുള്ളി ജില്ലയിൽ വന്നപ്പോൾ കാണാനായിട്ട് വന്നു. ജില്ലയിലെ എല്ലാ സീനിയർ ലീഡേഴ്സിനെയും വീട്ടിൽ പോയി കാണുന്നുണ്ട്. അതെല്ലാവരും കാണും. ഇന്നലെ മുതൽ എല്ലാവരും കാണും. മുഖ്യമന്ത്രി ആരാണെന്ന് സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ? VD സതീശൻ എന്ന ഒരു UDF-നെ നയിച്ച പ്രതിപക്ഷ നേതാവിന് ഒരു വ്യക്തിപരമായ വോട്ട് കേരളത്തിലുടനീളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പൊന്നാനിയിൽ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. VD സതീശന് മഞ്ചേശ്വരദിന്ത പാറശാല വരെ അദ്ദേഹത്തിനൊരു വോട്ടുണ്ടായിട്ടുണ്ട്. ആ വോട്ടുകൾ UDF-നെ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട്. വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം പോലെയുള്ള അവശ്യ മേഖലകളിൽ മാസങ്ങൾ നീണ്ട സബ്ജക്റ്റ് എക്സ്പെർട്സുമൊക്കെ ആയിട്ടുള്ള കൂടിയാലോചനകളും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള വിനിമയങ്ങളുമൊക്കെ ആയിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ബദൽ രേഖ നാളത്തെ കേരളം ഈ മേഖലയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വച്ചിരുന്നു. അതിന് വലിയ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജ്യത്ത് എത്രയോ വിജയങ്ങളുണ്ടായി, അതേപോലെ പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുത്ത് മുഴുവൻ സമയവും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ KC വേണുഗോപാൽ. പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് ശ്രീ VD സതീശൻ അദ്ദേഹത്തിൻ്റെ റോൾ ഇവിടെ ചെയ്യുന്നു. രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന നേതാവ്, അദ്ദേഹം ഇപ്പോൾ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. ഇവരെല്ലാവരും ഇതേ റോളുകൾ ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കോൺഗ്രസിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവരെയൊക്കെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോകുന്ന വലിയ റോൾ ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ അതുണ്ടായിട്ടുണ്ട്. നമ്മൾ വിസ്മയങ്ങൾ എന്ന് പറയുമ്പോൾ ആ വിസ്മയങ്ങൾ തീർച്ചയായിട്ടും ശ്രീ KC വേണുഗോപാലിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരാളാണ് എന്ന് പറയുന്ന ഒരു രീതി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഹൈക്കമാൻഡിന് മുന്നിൽ രഹസ്യമായി നിലപാട് അറിയിക്കാൻ MLA-മാർക്ക് അവസരമൊരുക്കണമെന്ന് VD സതീശൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. AICC നിരീക്ഷകർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. റോഷിപാലും നോബിൾ മാരിക്കാരനും നിതിൻ സേവ്യറും അഖിൽ കെയുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം അഖിൽ കെയിലേക്കാണ്. അഖിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നിശബ്ദരായിരുന്ന, തുടക്കത്തിൽ പ്രതികരിച്ച് പിന്നീട് നിശബ്ദരായിരുന്ന സുകുമാരൻ നായർ ഇപ്പോൾ 3 പേരും യോഗ്യരാണെന്നും പക്ഷെ തന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന പ്രതികരണവുമായി വന്നിരിക്കുകയാണ്. എന്താണ് സുകുമാരൻ നായർ പറഞ്ഞ് അവസാനിപ്പിച്ചത്? സ്മൃതി, തീർച്ചയായും കൃത്യമായ നിലപാട് മുൻപ് താക്കോൽ സ്ഥാനത്തിന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ശബ്ദിച്ച സുകുമാരൻ നായർ ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്കാണ് തന്റെ പിന്തുണ
എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സമുദായ നേതാക്കളുടെ പിന്തുണയ്ക്ക് വേണ്ടി നേതാക്കൾ അത്രമാത്രം ശക്തമായി പ്രതികരിക്കുന്ന രീതി ഇത്തവണ കോൺഗ്രസിൽ കണ്ടിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം അഭിപ്രായവുമായി NSS ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുകയാണ്. അഖിലേക്ക് വരാം. റോഷിപാലിലേക്ക്. റോഷിപാൽ, ഇപ്പോൾ നേതാക്കൾ സ്വന്തം നിലയ്ക്ക് ഹൈക്കമാൻഡുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. VD സതീശൻ ഇപ്പോൾ MLA-മാർക്ക് രഹസ്യമായി അഭിപ്രായം പറയാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണോ ഖാർഗെയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ വിവിധ നേതാക്കളെ പിന്തുണച്ചുകൊണ്ടുള്ള നേതാക്കളുടെ പ്രതികരണവും പരസ്യമായി രംഗത്ത് വരികയാണല്ലോ. അപ്പോൾ MLA-മാരുടെ കൂടുതൽ പിന്തുണ ആർക്ക് എന്നതിലുള്ള ചരടുവലികളാണോ ഇപ്പോൾ നടക്കുന്നത്? സ്മൃതി, മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ അഭിപ്രായം തേടാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് 3 നേതാക്കളുടെയും ക്യാമ്പുകൾ ചരടുവലികൾ സജീവമാക്കുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല ഇവരുടെ അനുയായികളൊക്കെ സാമൂഹ്യ മാധ്യമത്തിലെ ക്യാമ്പയിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ഗ്രൂപ്പ് മാനേജർമാർ തലസ്ഥാനം കേന്ദ്രീകരിച്ച് MLA-മാരെ കൂടെ നിർത്താനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. KPCC ആസ്ഥാനത്താണ് ഞാനിപ്പോൾ ഉള്ളത്. KPCC ആസ്ഥാനത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിച്ചേർന്നുണ്ട്. അല്പം മുമ്പ് അടൂർ പ്രകാശ് എത്തി. അങ്ങനെ നേതാക്കളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇപ്പോൾ ബെന്നി ബെഹനാനും ഒപ്പം KC ജോസഫ്, MK രാഘവൻ അടക്കമുള്ള A ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തലസ്ഥാനത്ത് ഇന്നലെ മുതൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. VD സതീശനെ അനുകൂലിക്കുന്ന പൊന്നാനിയിലെ നിയുക്ത MLA KP നൌഷാദ് അലി ഇന്നലെ മുതൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നീക്കങ്ങൾ സജീവമാണ്. ഘടകകക്ഷികളുടെ നിലപാടടക്കം നിർണായകമായ ഒരു ഘട്ടമാണിത്. അതുകൊണ്ട് സ്വാഭാവികമാണ്. അതിൽ പക്ഷേ VD സതീശൻ എടുത്ത ഒരു നിർണായകമായ നിലപാട് നീക്കമുണ്ട്. അതിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മുന്നിൽ വെച്ച ഏറ്റവും പ്രധാന നിർദ്ദേശം MLA-മാരുടെ അഭിപ്രായം നിരീക്ഷകരായ അജയ് മാക്കനും ഒപ്പം മുഗൾ വാസ്നിക്കും കേൾക്കുന്ന ഘട്ടത്തിൽ അവിടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉണ്ടാകാൻ പാടില്ല. ദീപാദാസ് മുൻഷിയുള്ള അവിശ്വാസം കൂടിയാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല. രഹസ്യമായി തന്നെ MLA-മാർക്ക് അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി രേഖപ്പെടുത്താൻ കഴിയണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ 25 MLA-മാരെങ്കിലും തനിക്ക് വേണ്ടി അവിടെ സംസാരിക്കുമെന്ന കണക്കുകൂട്ടലാണ് VD സതീശനുള്ളത്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ 45ഓളം MLA-മാരുടെ പിന്തുണ അത് KC വേണുഗോപാൽ വിഭാഗം ഉറപ്പിച്ചു കഴിഞ്ഞു. 25 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വിഭാഗം അവകാശപ്പെടുന്നത്. അതേസമയം 5 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ VD സതീശന് ലഭിക്കുന്നത്. ആ 5 പേർ VD സതീശനൊപ്പം ശക്തമായി നിൽക്കുന്നവരാണ്. അതിനപ്പുറത്തേക്ക് VD സതീശൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ മറ്റു പൊതു സാഹചര്യം, ഘടകകക്ഷികളുടെ നിലപാടുകൾ അതൊക്കെ പരിഗണിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ സതീശൻ പക്ഷം ഉയർത്തുന്നുമുണ്ട്. ഏതായാലും MLA-മാരുടെ അഭിപ്രായം കേട്ടുകഴിഞ്ഞാൽ പിന്നീട് ഹൈക്കമാൻഡിന്റെ കോട്ടയിലേക്കാണ്. ദില്ലിയിലേക്ക് നേതാക്കളെ വിളിപ്പിക്കും. നാളെ MLA-മാരുടെ അഭിപ്രായം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ നിരീക്ഷകർ ദില്ലിയിലേക്ക് തിരിക്കും. അവർ റിപ്പോർട്ട് അത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മുന്നിൽ കൈമാറും. തൊട്ടു പിന്നാലെ തന്നെ ദില്ലിയിലേക്ക് ഈ കേരളത്തിലെ നേതാക്കളെ വിളിപ്പിക്കും. അത് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഒരുപക്ഷെ KPCC അധ്യക്ഷ നിലയിൽ സണ്ണി ജോസഫും ശശി തരൂർ അങ്ങനെയുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെയും വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്.